നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ എപ്പോഴും ചിലപ്പോൾ സാധിച്ചു എന്ന് വരുന്നില്ല. കാരണം വീട് ക്ലീനിങ് എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള പരിപാടിയാണ്. അത് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കി വരുമ്പോഴത്തേക്ക് നടു നൂരാത്ത അവസ്ഥയിലേക്ക് പോകും. അമ്മാതിരി നടുവേദനയൊക്കെ ആയിരിക്കും. കാരണം കുറച്ച് ഏറിയ കൂടുതലുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. നല്ലവണ്ണം നമ്മൾ പെടുന്ന ഒരു പരിപാടിയാണ് ഈ ക്ലീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലീനിങ് എളുപ്പമാക്കാനായിട്ട് നമുക്ക് പല മാർഗ്ഗങ്ങളുണ്ട്. മെയിനായിട്ട് വാക്വം ക്ലീനേഴ്സ് വാങ്ങാം, മോപ്പ് വാങ്ങാം, അങ്ങനെയൊക്കെയുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻസ് ഒന്നും പലരും അറിയുന്നില്ല, പലരും യൂസ് ചെയ്യുന്നില്ല. ഇന്ന് നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ കാണുന്നത്, അതായത് ഇത് ഒരു ചെറിയ ഹാൻഡിൽ മാത്രമാണ്. ഇതിനടിയിലോട്ട് ഇതിന്റെ മെയിൻ യൂണിറ്റ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് അഗാരോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ റോയൽ മോപ്പ് വാക്വം ക്ലീനർ ആണ്. ഈ ഒരു വാക്വം ക്ലീനർ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട്, വളരെ ഭംഗിയായിട്ട് ക്ലീനിങ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള ഏരിയയിലും വെറ്റ് ആയിട്ടുള്ള ഏരിയയിലും ഈ ഒരു വാക്വം ക്ലീനർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് തുടങ്ങി ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്, അവസാനം വരെ കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഇത് വന്ന ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് എന്തൊക്കെ ആക്സസറീസ് ആണ് ഇതിനുള്ളിൽ കിട്ടിയതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലൊരു ബോക്സിലാണ് അഗാരോ മോപ്പ് ആൻഡ് വാക്വം ക്ലീനർ കിട്ടുക. ബോക്സിന് മുകളിൽ ഇതിന് 2 ഇയർ വാറന്റി ഉണ്ടെന്നുള്ള കാര്യവും അതിനോടൊപ്പം തന്നെ മെയിൻ ഫീച്ചേഴ്സും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം ലഭിക്കുക മെയിൻ യൂണിറ്റ് ആണ്. അതിനോടൊപ്പം തന്നെ കുറേയധികം ആക്സസറീസും നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. മെയിൻ യൂണിറ്റ് കൂടാതെ ലഭിക്കുന്ന ഹാൻഡിൽ കൺട്രോളർ ആണിത്. കറുത്ത നിറത്തിലുള്ള ഒരു ക്ലീനിംഗ് ബ്രഷും ഡിവൈസ് ചാർജ് ചെയ്യാനുള്ള ചാർജറും ചാർജറിന്റെ ബേസ് യൂണിറ്റും അഗാരോയുടെ ഒരു ക്ലീനിംഗ് ലിക്വിഡും യൂസർ മാനുവലുമാണ് ഈ പാക്കറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് മെയിൻ യൂണിറ്റിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കാം. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഈ മോപ്പിൽ കാണാൻ സാധിക്കുക. കറുപ്പും വെളുപ്പും മിക്സഡ് ആയിട്ടുള്ള ഒരു കളർ പാറ്റേൺ ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഫ്രണ്ട് സൈഡിൽ മുകളിൽ അഗാരോയുടെ ബ്രാൻഡിംഗ് കാണാൻ സാധിക്കും. കുറച്ച് താഴെയായിട്ട് വേസ്റ്റ് വാട്ടർ കളക്ട് ചെയ്യാനുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറും ഏറ്റവും താഴെ റോളർ യൂണിറ്റുമാണ് കാണാൻ സാധിക്കുക. ഇതിൽ മോപ്പ് ബ്രഷും 2 വീലുകളും നൽകിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ഒരു പുഷ് ബട്ടൺ നൽകിയിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ക്ലിയർ വാട്ടർ ഫില്ല് ചെയ്യാനുള്ള ഒരു കണ്ടെയ്നറും കാണാൻ സാധിക്കും. മെയിൻ യൂണിറ്റിന് മുകൾ ഭാഗത്തായി ഒരു LED ഡിസ്പ്ലേയും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനോടൊപ്പം ലഭിച്ച ഹാൻഡിലിന്റെ ഫിസിക്കൽ ഓവർവ്യൂ ഒന്ന് നോക്കാം. ഏറ്റവും മുകളിൽ ഒരു സെൽഫ് ക്ലീൻ ബട്ടൺ നൽകിയിട്ടുണ്ട്. സൈഡിൽ ഓൺ ഓഫ് ബട്ടണും മോഡ് സെറ്റിംഗ് ബട്ടണും കാണാൻ സാധിക്കും. ഒപ്പം തന്നെ മറു സൈഡിലായിട്ട് ഒരു വോയിസ് ബട്ടണും സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹാൻഡിൽ എങ്ങനെയാണ് മെയിൻ യൂണിറ്റിലേക്ക് ഫിറ്റ് ചെയ്യുന്നത് നോക്കാം. ഹാൻഡിലിന്റെ ഒരറ്റത്ത് ഇതേപോലെ കണക്ടറുകൾ നൽകിയിട്ടുണ്ട്. ആ ഭാഗം മെയിൻ യൂണിറ്റിൽ നൽകിയിട്ടുള്ള ഹോളിലേക്ക് ഇതേപോലെ ഇറക്കി വെക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് ഇറക്കി വെക്കുകയാണെങ്കിൽ ഇതിൽ നൽകിയിട്ടുള്ള കണക്ടറുകൾ തമ്മിൽ കണക്ട് ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഈ മെയിൻ യൂണിറ്റിന്റെ വെയിറ്റ് 3800 ഗ്രാം ആണ്. അതുകൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് ക്ലീൻ വാട്ടർ ഫില്ല് ചെയ്യുന്നത് നോക്കാം. അതിനായി പുഷ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ബട്ടൺ അമർത്തിയാൽ വാട്ടർ ഫിൽ ചെയ്യാനുള്ള കണ്ടെയ്നർ പുറത്തേക്ക് വരും. ഇത് ഊരിയെടുത്ത് ഇതിന്റെ ബാക്ക് സൈഡിലുള്ള ക്യാപ്പ് ഓപ്പൺ ചെയ്ത് മാക്സിമം ലെവൽ മാർക്ക് ചെയ്തിരിക്കുന്നിടം വരെ വെള്ളം ഒഴിച്ച് തിരിച്ച് മെയിൻ യൂണിറ്റിൽ ഇതേപോലെ കണക്ട് ചെയ്യുക. 700 ml ആണ് ഈ വാട്ടർ കണ്ടെയ്നറിന്റെ കപ്പാസിറ്റി. ആവശ്യമാണെങ്കിൽ അഗാരോ റെക്കമെൻഡ് ചെയ്യുന്ന അവരുടെ തന്നെ ക്ലീനിങ് ലിക്വിഡും നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മറ്റേതെങ്കിലും ക്ലീനിങ് ലിക്വിഡ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ വേസ്റ്റ് വാട്ടർ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് മെയിൻ യൂണിറ്റിൽ വേസ്റ്റ് വാട്ടർ കളക്ട് ചെയ്യുന്ന കണ്ടെയ്നറിന്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു ഹോൾ നൽകിയിട്ടുണ്ട്. അതിനുള്ളിൽ ഒരു ബട്ടൺ ഉണ്ട്. അത് ഇതുപോലെ താഴേക്ക് അമർത്തിയാൽ കണ്ടെയ്നർ ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഈ കണ്ടെയ്നറിന്റെ മുകൾ ഭാഗത്തൊരു ഫിൽറ്റർ നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ഇതേപോലെ പുറത്തെടുത്ത് ക്ലീൻ ചെയ്യാൻ സാധിക്കും. വേസ്റ്റ് വാട്ടർ കണ്ടെയ്നറിലും ഇതേപോലെ മാക്സിമം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലെവൽ വേസ്റ്റ് വാട്ടർ എത്തിക്കഴിയുമ്പോൾ എടുത്ത് ക്ലീൻ ചെയ്യുന്ന കാര്യവും മറക്കണ്ട. വേസ്റ്റ് വാട്ടർ കണ്ടെയ്നർ ക്ലീൻ ചെയ്യാനായിട്ട് കണ്ടെയ്നറിന് മുകളിലുള്ള ലിഡ് ഇതുപോലെ പ്രസ് ചെയ്ത് ഓപ്പൺ ആക്കി കണ്ടെയ്നർ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് റോളർ യൂണിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റോളർ യൂണിറ്റിലുള്ള ബ്രഷിന്റെ മുകൾ ഭാഗത്തായിട്ടുള്ള കവറിങ്ങിൽ 2 സൈഡിലും ഇതേപോലെ പ്രസ് ചെയ്താൽ ഇത് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഈ സൈഡിൽ കാണുന്ന കറുത്ത ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റോളർ ബ്രഷും നമുക്ക് ഊരിയെടുക്കാനും ക്ലീൻ ചെയ്യാനും സാധിക്കും. അതിനുശേഷം ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിലേക്ക് തിരിച്ചിടാനും സാധിക്കുന്നതാണ്. ചാർജിംഗ് ബേസിൽ ഇതേപോലെയുള്ള 3 ചാർജിംഗ് പോയിന്റുകൾ കാണാൻ സാധിക്കും. ചാർജർ പിൻ ഇതിന്റെ പുറകിലുള്ള സോക്കറ്റിൽ ഇതേപോലെ പ്രസ് ചെയ്ത് കയറ്റി വെക്കണം. അതിനുശേഷം ഇതിന്റെ മുകളിൽ ഇതേപോലെ വാക്വം ക്ലീനർ വെച്ചാണ് ചാർജ് ചെയ്യേണ്ടത്. 4 to 5 hours ആണ് ഇത് ഫുൾ ചാർജ് ആകാനായിട്ട് എടുക്കുന്ന സമയം. 38 മിനിറ്റ് ഒരു ഫുൾ ചാർജിൽ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാനും സാധിക്കും. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ ഇത് വർക്ക് ചെയ്യും എന്നുള്ള കാര്യം ഒന്ന് നോക്കാം. ഡ്രൈ ആയിട്ടുള്ള ഏരിയ ഇതേപോലെ പൊടിയൊക്കെ പിടിച്ചു കിടക്കുന്നതാണെങ്കിലും നല്ല രീതിയിൽ ഇത് വാക്വം ചെയ്ത് ക്ലീൻ ആക്കുന്നുണ്ട്. ഡ്രൈ ആയിട്ടുള്ള ഏരിയ മാത്രമല്ല, വെറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളും അഴുക്കും ഒക്കെയുള്ള ഏരിയ ആണെങ്കിൽ പോലും നല്ല വൃത്തിയായിട്ട് ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. 16 kPa സെക്ഷൻ പവർ ആണ് ഈ ഒരു പ്രൊഡക്റ്റിന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് ഇത് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട്
ചെയ്യാനായിട്ട് സാധിക്കും. ക്ലീനിങ് കഴിഞ്ഞാൽ വേസ്റ്റ് വാട്ടർ കണ്ടെയ്നർ ഊരി ഇതുപോലെ വേസ്റ്റ് വാട്ടർ പുറത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെക്കുന്ന കാര്യം മറക്കരുത്. ഇതിനൊപ്പം ലഭിക്കുന്ന ബ്രഷിൽ ഹൈഡ് ആയിട്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് നേരെ ഇങ്ങനെ നമ്മൾ നിവർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കൊളുത്ത് ഇതിൻ്റെ അറ്റത്ത് കാണാൻ സാധിക്കും. ഈ ഒരു കൊളുത്ത് പോലുള്ള ഭാഗം വെച്ചിട്ട് നമുക്ക് മോപ്പ് ബ്രഷ് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് വല്ല തലമുടിയോ നൂലോ ഒക്കെ ഈ മോപ്പ് ബ്രഷിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. 4 മോഡുകളാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. മോഡ് സ്വിച്ച് അമർത്തുന്നതനുസരിച്ച് ഓരോ മോഡുകൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓട്ടോ മോഡ്, വാട്ടർ സ്റ്റെറിലൈസേഷൻ മോഡ്, സക്ഷൻ മോഡ്, ഇങ്ങനെ ഓരോ മോഡുകൾ സെലക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. സ്റ്റെറിലൈസേഷൻ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ സ്റ്റെറിലൈസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതായത് കുറച്ച് ഹൈജീനിക് ആയിട്ടൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റെറൈൽ വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നോർമൽ വാട്ടർ ഇത് സ്റ്റെറൈൽ ആക്കി തരും. അടുത്തത് സെൽഫ് ക്ലീനിങ് മോഡാണ്. ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതേപോലെ മോപ്പ് ചാർജിങ് ബേസിൽ വെച്ചിട്ട് സെൽഫ് ക്ലീനിങ് ബട്ടണിൽ 3 സെക്കൻഡ് ഇതേപോലെ അമർത്തി പിടിച്ചാൽ ആ ഒരു സെൽഫ് ക്ലീനിങ് മോഡ് ആക്ടിവേറ്റ് ആവുകയും മോപ്പ് ബ്രഷ് സെൽഫ് ആയിട്ട് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി ലഭിക്കുകയും ചെയ്യും. നമ്മൾ സാധാരണ ക്ലീൻ ചെയ്യാനായിട്ട് കൂടുതലും ഓട്ടോ മോഡ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇനി ഈ ചാർജിങ് ബേസിൽ ചാർജിങ് മാത്രമല്ല, ഇതിനോടൊപ്പം ലഭിച്ചിട്ടുള്ള ആക്സസറീസ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള സൗകര്യവും ചാർജിങ് ബേസിൽ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഏകദേശം 2 ആഴ്ചയിൽ കൂടുതൽ ഉപയോഗിച്ചു. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പ്രൊഡക്റ്റിന്റെ ബിൽഡ് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ ഫംഗ്ഷൻസ് ആണെങ്കിലും ഇതിൽ നൽകിയിരിക്കുന്ന മോഡ്സ് ആണെങ്കിലും പിന്നെ ഈസി ടു യൂസ് ആണ്. നമുക്ക് ഹാൻഡിൽ ചെയ്യാനും വളരെ ഈസിയാണ്, വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എനിക്കിതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഫീച്ചറാണ് ഇതിൽ വാട്ടർ പ്യൂരിഫൈ ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സെൽഫ് ക്ലീനിങ്ങിന്റെ ഒരു സൗകര്യം കൂടെ ഈ ഒരു ഡിവൈസിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ നിന്ന് ബൈ ചെയ്യാം. ഇതിന്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പ്രൈസിൽ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരു പ്രൈസാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ 6 മാസം കഴിഞ്ഞാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പ്രൈസ് ആയിരിക്കത്തില്ല ഈ ഒരു പ്രൊഡക്റ്റിന്. അപ്പം പ്രൈസ് ഒരുപക്ഷെ കൂടാനും കുറയാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളുടെ പ്രൈസിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്ന കാര്യം മറക്കണ്ട. ഇന്നത്തെ വീഡിയോയുടെ ഓർത്തുന്നു. ഇതിലും നല്ലൊരു അൺബോക്സിംഗും റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.